ഹലോ ഗൈസ്, അപ്പോൾ നമ്മളാണ്ട് കോട്ടയത്ത് ഒരു ക്യാമറ എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ 2 ദിവസമായിട്ട് ഞങ്ങളിപ്പോൾ ക്യാമറ എടുക്കുന്നതിന് തിരക്കിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ അടുത്ത് വിളിച്ചും പോയൊക്കെ നോക്കിയിട്ടൊന്നും കിട്ടിയില്ല. നമുക്ക് വേണ്ടത് കാനോൺ 200 മാർക്ക് II ആയിരുന്നു. അപ്പോൾ നമുക്കത് വിളിച്ചിട്ട് ഇപ്പോൾ പ്രൊഡക്ഷൻ നിർത്തിയുണ്ട്, നമുക്കിതിപ്പോൾ സ്റ്റോക്ക് ഇരിപ്പില്ല. അപ്പോൾ കുറേ അടുത്ത് വിളിച്ച് ചോദിച്ചും എങ്ങും പോയിട്ടൊന്നും കിട്ടിയില്ല. ഇന്നലെ അതിൻ്റെ ഓട്ടത്തിലായിരുന്നു മൊത്തം. അപ്പോൾ ഞാൻ ഇന്നലെ മാമൻ്റെ വീട്ടിൽ വന്ന് ഞാനും മാമനോടെ പോയി കുറേ തപ്പി, എങ്ങും കിട്ടിയില്ല. അവസാനം ഞങ്ങളെ തീരുമാനിച്ച് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് വേറെ എവിടെയും പോയി നോക്കാം. അങ്ങനെ ഞങ്ങൾ ഇന്ന് രാവിലെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ കോട്ടയത്ത് പോവാണ്. രാവിലെ അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ചിട്ട് നല്ലതായിട്ട് തന്നെ നടക്കണമെന്നൊക്കെ പ്രത്യേകിച്ച് ഭക്തിമാർഗം വഴി തന്നെ നമ്മളെല്ലാം സ്വീകരിക്കത്തുള്ളൂ, മനസ്സിലായോ? അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത് 200 മാർക്ക് II ആണ്. അപ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് 7S സോണി 7S അങ്ങനെയൊക്കെ നോക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ എടുത്തിരിക്കും, അത് ഉറപ്പാണ്. നമ്മൾ എടുത്തിരിക്കും, ഏത് ക്യാമറ നമ്മൾ എടുത്തിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇറങ്ങും. നമ്മളിപ്പോൾ അമ്പലത്തിലൊക്കെ പോയി എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ സമയം ഇപ്പോൾ 9:45. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഈ ജിത്തു വരേണ്ട താമസമുള്ള അവനുണ്ട്, അവനകത്തിരിക്കുക. അവൻ ഇറങ്ങേണ്ട താമസമുള്ള ഇറങ്ങിയിട്ട് ഞങ്ങൾ പോകുന്നതായിരിക്കും. അപ്പോൾ വഴിയെല്ലാം കാണിക്കും ഗൈസ്. അപ്പം ഞങ്ങളാണ് അങ്ങനെ ആദ്യം കുറച്ച് ഫണ്ടിൻ്റെ വിഷയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് ബാങ്കിൽ പോയി സാധനം എടുത്തു. അപ്പോൾ നമ്മൾ നേരെ കോട്ടയം വിടാൻ പോവാണ്. എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെന്ന് വിചാരിച്ച് നമ്മളതാ പോവുകയാണ്. നമ്മൾ തുടക്കമാണ് ഗൈസ്. തുടക്കം തന്നെ നല്ലതാവട്ടെ. പൈസ എറിഞ്ഞുള്ള കളി, നമ്മൾ അങ്ങോട്ട് എറിഞ്ഞാൽ ഇങ്ങോട്ട് കിട്ടത്തുള്ളൂ, ഇത്രേ ഉള്ളൂ. സാധനം കാണി ഇതിപ്പോൾ ഇത് 48 അത്രയും രൂപയുണ്ട്. ഇപ്പോൾ നമ്മൾ അത്രയും ഒരു ബഡ്ജറ്റിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ എന്തായാലും സെറ്റാക്കാം, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇന്ന് ക്യാമറ കൊണ്ടേ വരത്തുള്ളൂ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം കാണുന്നതായിരിക്കും ഗൈസ്. ഞങ്ങളങ്ങനെ കോട്ടയത്ത് വന്നു. കോട്ടയത്ത് മണിമല എന്ന സ്ഥലത്താണ് നമ്മൾ വന്നത്. അവിടെ RJ എന്ന് പറഞ്ഞ കടയിൽ നമ്മൾ ക്യാമറ എടുക്കാൻ വന്നത്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റ വഴി കണ്ടിട്ട് നമ്മളിവിടെ വന്നത്. അപ്പോൾ നമ്മൾ 200 മാർക്ക് II എടുക്കാൻ വന്നതാണ്. അപ്പോൾ പിന്നെ നോക്കിയപ്പോൾ 250D ഇരിക്കുന്നത്. അപ്പോൾ 250D ഇച്ചിരി ബെറ്ററാന്ന് തോന്നിയപ്പോൾ ഞങ്ങളതങ്ങ് എടുത്ത്. പിന്നെ അത് കുഴപ്പമൊന്നുമില്ല, 8 മാസം വാറണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം നല്ല റേറ്റും വലിയ കുഴപ്പമില്ല, അഫോർഡബിൾ ആയിരുന്നു. നല്ല ക്യാമറയുമായിരുന്നു, വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. വേറെ നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ആണെങ്കിൽ നമ്മുടെ ജിത്തുവിൻ്റെ ആണെങ്കിൽ ക്യാമറയ്ക്ക് എന്തോ വിഷയമുണ്ട്. ജിത്തുവിന് ക്യാമറ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ക്യാമറയ്ക്ക് ചെറിയ എന്തൊരു വിഷയം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ കൊണ്ട് കാണിച്ച് എന്തോ നോക്കിയപ്പോൾ അതെന്തോ കുഴപ്പമൊന്നുമില്ലെന്നാണ് പറഞ്ഞത്. ലെൻസിൻ്റെ ആണെന്നാണ് പറഞ്ഞത്. കിറ്റ് ലെൻസ് ഇരിപ്പുണ്ട്, കിറ്റ് ലെൻസിൻ്റെ വിഷയമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അതും കൊണ്ട് കാണിച്ചിട്ടാണ് ഇപ്പോൾ പാക്ക് ചെയ്തിട്ട് നമുക്ക് ഉദ്ദേശിക്കുന്ന പഠിച്ചിട്ട് തന്നെ നമുക്ക് സാധനം റെഡിയാക്കി തന്നു. വിഷയമൊന്നുമില്ലായിരുന്നു, നല്ല സഹകരണമൊക്കെ ആയിരുന്നു ഗൈസ്. അപ്പോൾ എന്തായാലും എല്ലാം നല്ലതുപോലെ ആവട്ടെ. സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. നമ്മളൊരു ലെൻസ് എടുക്കാൻ വേണ്ടി ആലോചിച്ചായിരുന്നു, പക്ഷേ നമുക്ക് അതിനുള്ള ബഡ്ജറ്റ് കയ്യിലില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്തായാലും അടുത്ത പ്രാവശ്യം നമുക്ക് കൊറിയർ സർവീസും ഉണ്ട്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊറിയർ അയച്ചു തരുകയും ചെയ്യും. അപ്പോൾ ഞങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഞങ്ങളെന്തായാലും ഈ പരിപാടി കഴിഞ്ഞു. ഈ ക്യാമറയാണ് ഞങ്ങൾ കൂടുതലും വീഡിയോയിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയാണ്. വീഡിയോ ക്യാമറയായിട്ട് ഉപയോഗിക്കാനാണ് കൂടുതലും 250D. അപ്പോൾ ഇനി നമുക്കിനി പതുക്കെ ഫോട്ടോഗ്രാഫിയിലോട്ടുള്ള നല്ലൊരു ക്യാമറ നോക്കണം. ഇത് ഫോട്ടോഗ്രാഫിക്ക് നല്ലതാണ്, പക്ഷേ നമ്മൾ ഇത് വീഡിയോയ്ക്കാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. നമ്മളല്ലാതെ ഫോട്ടോഗ്രാഫിയോട് അതിനെടുക്കണം, അതൊക്കെ പതുക്കെ ഇനി എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ക്യാമറ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പുതുപ്പള്ളിയിലോട്ട് പോവുകയാണ്. പുതുപ്പള്ളി നമ്മുടെ 2 ആനയുടെ ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ് ഗായ്സ്. ഒന്നും പറയണ്ട, ഞങ്ങളിവിടെ പുതുപ്പള്ളി വന്ന് 2 ഫോട്ടോയും വീഡിയോ ഒക്കെ ആനയുടെ എടുക്കാമെന്ന് വെച്ച് വന്നപ്പോൾ ഇവിടെ ആനയില്ല, ഒന്നുമില്ല. ചോദിച്ചപ്പോൾ പറഞ്ഞാണ്ട് പെരുന്നേലാണ്ട് പോയേക്ക് വന്ന പരിപാടിക്ക്. അപ്പോൾ 10-35 കിലോമീറ്റർ വെണ്ണ അടിച്ച് വന്നതാണ്. ഇപ്പോൾ ആരുമില്ല ഇവിടെ. ഞങ്ങളെന്ത് ഒന്നും നോക്കിയില്ല. 10-15 കിലോമീറ്റർ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പെരുന്നേല. അപ്പോൾ ഒന്നും നോക്കിയില്ല, വെച്ച കാലം മുമ്പോട്ട് തന്നെ പറഞ്ഞിട്ട് ഞങ്ങൾ പെരുന്നേലോട്ട് വിട്ടു. അതുകൊണ്ട് വീട്ടിന് അവിടെ പോയി നമുക്ക് പരിപാടിയുടെയും ആനയുടെയും എല്ലാം നമുക്ക് ഒന്നിച്ചങ്ങ് എടുക്കാം. ഞങ്ങൾ പെരുന്നേലുള്ള ഓട്ടമാണ്. കൊണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്ക്. ബിരിയാണി 2 ബിരിയാണി, 1 ഊണ്. അത് കണ്ണക്കട ഇറങ്ങി വന്നേക്കുന്നു. ഇരിപ്പിട്ടത് അവനാ വണ്ടി ഓടിച്ചത്. വേറെത്തെയാണ് വെള്ളമാണോ മോത്തേക്ക്? ഇനി എത്ര 6 കിലോമീറ്റർ അല്ലേ ഉള്ളൂ? 6 കിലോമീറ്റർ ഉണ്ട്. നമ്മളിപ്പോ വന്ന വലിയ ദൂരമാണ്. ബിരിയാണി എനിക്ക് തിന്നാൻ വയ്യ ഗൈസ്. പകുതി മാമന് കൊടുക്കും ഗൈസ്. ഞങ്ങളങ്ങനെ പെരുന്നേടെ വലിയ പരിപാടി ഇല്ലായിരുന്നു. അവിടെ നമ്മളെ പുതുപ്പള്ളിനെ കണ്ട് ഒന്നും നോക്കിയില്ല. 2 ഫോട്ടോസും വീഡിയോസും കീച്ചി. പിന്നെ ആണെങ്കിൽ ഞങ്ങളവിടെ നിന്ന് മാക്സിമം നേരത്തെ ഇറങ്ങാൻ നോക്കി. കാരണം നമുക്ക് അവിടെ നിന്ന് 2 മണിക്കൂർ യാത്രയുണ്ട് മാമൻ്റെ വീട്ടിലോട്ട്. അപ്പോൾ അവിടെ ഇന്ന് നമ്മൾ രാത്രിയാവും താമസിക്കും. അവിടെ ഞങ്ങൾ പെട്ടെന്ന് അങ്ങ് ഇറങ്ങി. അപ്പോൾ ക്യാമറയൊക്കെ നൈസാണ് ഗൈസ്. ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അടിപൊളി നല്ല ഔട്ടാണ് കിട്ടിയത്. 2 വീഡിയോസായാലും ഫോട്ടോസിലും നല്ല ഔട്ടാണ് കിട്ടിയത് ഗൈസ്. അപ്പോൾ കുറേ കാലം എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ എന്തായാലും വീഡിയോ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.